ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഉപയോഗമുണ്ട്. ഹായ്, എൻ്റെ കയ്യിലോട്ട് നോക്ക്. ലക്ഷദ്വീപുകാർക്ക് ഇത് ഭയങ്കര കോമൺ ആട്ടോ. അതായത് ബീച്ചിലൂടെ നടക്കുമ്പോൾ എന്തായാലും ഈ സംഭവം നമുക്ക് കിട്ടും. ഇത് ഞങ്ങളിവിടെ പറയുന്ന പേര് ഷേഡി എന്നാണ് കേട്ടോ. ശരിക്കും ഇത് എന്താ സംഭവം എന്ന് അറിയോ? ഇത് നോക്കി, ഇത് കാണുമ്പോൾ കുറെ കല്ല് പോലെയാണ്. നമ്മൾ കൈ കൊണ്ടൊക്കെ പൊടിക്കുമ്പോൾ കുറെ വെള്ളപ്പൊടി പോകുന്ന കാണാം. കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഇത് കോറൽ എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ പവിയപ്പുറ്റിന്റെ ഭാഗമാണെന്നാണ്. ശരിക്കും ഇത് കടലിലുള്ള ഒരു ചെടിയാണ്. ഓക്കെ, ഈ പ്ലാന്റിൽ തന്നെ ആൽഗെ അറിയാലോ നമുക്ക്, പായൽ എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ, കാണാൻ വൈറ്റ് കളർ ആണെങ്കിലും ഇവരുണ്ടല്ലോ ശരിക്ക് ഹാലിമെഡ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ആൽഗയാണ്. അതായത് ഇതിന്റെ അകത്ത് ക്ലോറോഫില്ലൊക്കെ ഉണ്ട്. ഇത് കടലിൽ നിന്ന് കാണുമ്പോൾ നല്ല പച്ച കളറായിരിക്കും. ഈ ആൽഗെ ഇവരുടെ ബോഡിയിൽ നല്ല രീതിയിൽ കാൽസ്യം സ്റ്റോർ ചെയ്യും. അതായത് ഈ ആൽഗെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 90% കാൽസ്യം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് തൊടുമ്പോൾ ശരിക്കും ഒരു കല്ലിൽ പിടിച്ച പോലെ തോന്നുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ കാൽസ്യം ഉണ്ട്. അപ്പൊ ഈ ആൽഗെ ഉണ്ടല്ലോ, അവര് ഇങ്ങനെ വളർന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാലം കടലിലൂടെ ഇങ്ങനെ ഒഴുകി ബീച്ചിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ ഫുള്ള് ക്ലോറോഫിൽ പോയിട്ട് നല്ല വെള്ള, ഇതിനെക്കാളും നല്ല വെള്ള കളറായിട്ട് മാറും കേട്ടോ. എന്നിട്ട് ഇത് പൊടിഞ്ഞിട്ട് നമ്മുടെ ഈ മണലിന്റെ ഭാഗമായിട്ട് മാറും. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഈ കാണുന്ന വെള്ള മണലില്ലേ, ഇതിലൊക്കെ കുറേയൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഹാലിമഡയുടെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ മണലിൽ നിന്ന് അതിന്റെ പാർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ലക്ഷദ്വീപിൽ ഇതിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഉപയോഗമുണ്ട്. അത് പുറമേ ഉള്ളവർക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും കേട്ടോ. ഇത് ചെറുപ്പത്തിലുണ്ടല്ലോ നമ്മളിങ്ങനെ അറബി അക്ഷരങ്ങളൊക്കെ, ഖുർആനൊക്കെ ഓതുന്നതിന് മുമ്പ് നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിക്കും. ഈ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓത്തുപള്ളിയിലോട്ട് പോകുമല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒരു പലകയാണ്. നമ്മളത് നോട്ട് ബുക്ക് മുസഫ് ഒന്നും കൊണ്ടുപോകത്തില്ല, ഒരു പലക കൊണ്ടുപോകും. ഈ പലകയുടെ 2 സൈഡിലും ഈ ആൽഗ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഈ ഷേഡി ഇതുകൊണ്ട് നല്ലോണം ഇത് അരച്ചിട്ട് പേസ്റ്റ് ആക്കുമ്പോൾ നല്ല വൈറ്റ് പേസ്റ്റ് കിട്ടും, നല്ല ഫൈൻ പേസ്റ്റ്. അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ 2 സൈഡും നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തേക്കും. എന്നിട്ട് തേച്ച് ഉണങ്ങി കഴിയുമ്പോൾ പൊടി തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിലെ ആ ബോർഡ് നല്ല വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ഉസ്താദ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വടിയിൽ മഷി മുക്കിയിട്ട് അവിടെ അതുകൊണ്ട് ഇതിന്റെ മുകളിൽ എഴുതും. എന്നിട്ട് നമ്മൾ ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ ഭാഗം മായ്ച്ചു പോകും. ആ ഭാഗം അന്ന് അതിൽ പുതിയത് എഴുതും, അപ്പൊ ഇപ്പുറത്തെ ഭാഗം മായ്ക്കും. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഈ അക്ഷരങ്ങളും മുസഫിലെ ചെറിയ സൂറത്തൊക്കെ പഠിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറേ കഴിയുമ്പോഴാണ് നമ്മൾ നോട്ട് ബുക്കിലോട്ടൊക്കെ വരിക. അത് വേറെ എവിടെയും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ നിന്നു എന്നാണ്. പക്ഷേ ഈ വെക്കേഷനിൽ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പെങ്ങളുടെ കുട്ടി ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ ഇടാം കേട്ടോ, ഉമ്മാനോട് എടുക്കാൻ പറഞ്ഞിട്ട്. ഇവരുടെ ബോഡിയിൽ നല്ല രീതിയിൽ കാൽസ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര രീതിയിൽ ജീവികളൊന്നും ഇവരെ കഴിക്കുന്നില്ല. പിന്നെ പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ചെറിയ ജീവികൾ ജീവിക്കും കേട്ടോ. ഉണ്ടല്ലോ, ഈ ഹാലിമെഡ എന്ന് പറയുന്ന ആൽഗെ ആക്ച്വലി ഒരു സിംഗിൾ സെല്ലാത്രേ. അതായത് നമ്മൾ ഇതിന്റെ ഓരോ പാർട്ടുമേ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് പോയിട്ടുള്ള ഒരൊറ്റ സെല്ലാണ്. അതിന്റെ അകത്ത് കുറെ ന്യൂക്ലിയസ് ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ സെക്ഷനുമായിട്ട് തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ കല്ലിന്റെ പൊടി പോലെ ഇങ്ങനെ നമുക്കിതിങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറാന്ന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് ഹാലിമെഡ എന്ന് പറയുന്ന ആൽഗെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ലക്ഷദ്വീപിലെ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.